ഹലോ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേയിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ ആരംഭിക്കുന്നത് ഈ ഒരു വൈകുന്നേരത്തിൽ നിന്നാണ്. സാധാരണ എല്ലാ മോർണിംഗ് ഷിഫ്റ്റുകാർക്കാണെങ്കിൽ രാവിലെ ജോലിക്ക് പോവുക, രാത്രി വരിക, കിടന്നുറങ്ങുക. എനിക്ക് എൻ്റെ ദിവസം ആരംഭിക്കുന്ന ഈ ഒരു വൈകുന്നേരമാണ്. വൈകുന്നേരം ഇതിനൊക്കെ ക്യാബ് വരും. ക്യാബിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ക്യാബിലിരിക്കും. ഫോൺ നോക്കാൻ പറ്റുന്ന സമയം അതാണ്. ഞാൻ ക്യാബിൽ കയറുമ്പോഴാണ് ഫോൺ നോക്കുക. അവിടെ ഓഫീസിലെത്തി. അതിനുശേഷം ഇങ്ങനെ ഞാൻ സ്റ്റെപ്പാണ് സാധാരണ ഞാൻ എപ്പോഴും എടുക്കുക. 3rd ഫ്ലോറാണ് എൻ്റെ ഓഫീസ്. ലിഫ്റ്റ് വല്ലപ്പോഴും എടുക്കാറുള്ളൂ. കൂടുതലും സ്റ്റെപ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ എങ്ങോട്ട് നോക്കിയാലും കുറേ പച്ചപ്പുകൾ നമുക്ക് കാണാൻ കഴിയും പാർക്കിനകത്ത്. ഞങ്ങളുടെ ഫ്ലോറിലാണെങ്കിലും ഇതുപോലെ കുറേ ചെടികൾ, എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പേ ഉള്ളൂ. പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ ചെടിച്ചട്ടികൾ, ഇതുപോലെ കുറേ ഗ്രീനറീസാണുള്ളത്. അതിനുശേഷം ഞാൻ നേരെ പാൻട്രിയിലേക്ക് പോയി. അവിടുന്ന് ഇത് വെൻഡിങ് മെഷീനിൽ നിന്ന് ഞാനൊരു മൗണ്ടൻ ഡ്യൂ എടുത്തു. സൗമ്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി. ആ ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. എൻ്റെ ജോലി കഴിഞ്ഞു. ആദ്യത്തെ ബ്രേക്ക് അത് കഴിഞ്ഞിട്ടുള്ളൊരു ബ്രേക്കാണ്. ജോലിക്ക് ശേഷം ലഞ്ച് ബ്രേക്കാണത് ശരിക്കും. ഇത് ആക്ച്വലി ഡിന്നർ ടൈമാണ്. ചോറും കപ്പയും മീൻകറിയും മീനും നാരങ്ങ അച്ചാറൊക്കെ ഞാൻ കൊണ്ടുവന്നു. ഞങ്ങളൊരു ഒരു പാത്രം എന്ന് വെച്ചാൽ ഞാൻ പൊതിയെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ വെച്ചാണ് കഴിക്കുക. ഇത് സൗമ്യ കൊണ്ടുവന്ന ദോശ, ഇഡലി, അതിൻ്റെ കൂടെ ഉഴുന്നിൻ്റെ ചമ്മന്തിപ്പൊടി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ ചോറ് കൊണ്ടുവരും, സൗമ്യ കാപ്പി കൊണ്ടുവരും. അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ജോലിക്ക് കയറി വീണ്ടും ജോലി ആരംഭിക്കും. അതിനുശേഷം ഒരു 3:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങും. ഇവിടെയാണ് ക്യാബ് പാർക്ക് ചെയ്യുന്നത്. ഫ്ലോർ ഏറ്റവും താഴത്തെ ബേസ് ഫ്ലോറാണ്. ക്യാബ് എല്ലാവർക്കും വേണ്ടി കാത്തു നിൽക്കുവാണ്. അതിനുശേഷം ഓരോ ബിൽഡിങ്ങിലായിട്ട് ക്യാബ് പോകും. ഓരോ ബിൽഡിങ്ങിലെയും എല്ലാവരെയും കാത്തു നിൽക്കുന്ന ഓരോരുത്തരെയും എടുത്തെടുത്ത് നമ്മൾ ക്യാബിൽ നിന്നും നേരെ പുറത്തേക്കുള്ള വാതിലിലേക്ക് പോകും. ഇതാണ് മെയിൻ എൻട്രൻസ് ടെക്നോ പാർക്കിൻ്റെ. ഇതുവഴിയാണ് നമ്മൾ പോവുക. ഈ ഒരു നേരമായിട്ടുണ്ടാവും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും. ഫേസ് 3യിലും പോയിട്ട് വീണ്ടും ടെക്നോ പാർക്കിൻ്റെ കവാടത്തിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. വളരെ ഭംഗിയാണ്. അതിനോട് വിട പറഞ്ഞിങ്ങനെ പോകുന്ന ആ ഒരു ദിവസം മനസ്സിന് വളരെ സന്തോഷമാണ്. കാര്യം അന്നത്തെ ദിവസത്തെ എല്ലാ ജോലികളും തീർത്ത് രാത്രിയാണോ പകലാണോ ഇതെന്ന് ചോദിച്ചാൽ അറിയില്ല. പകലാകാൻ പോകുന്ന സമയവും, എന്നാൽ എനിക്കിത് രാത്രിയാണ്. ഞാൻ ഇനിയാണ് ഉറങ്ങാൻ പോകുന്നത്. എൻ്റെ ദിവസം അവസാനിക്കുന്ന സമയം ഇപ്പോഴാണ്. യാത്രയ്ക്കിടയിൽ ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഓരോ വഴിയിലും ഓരോ ആൾക്കാരെ ഇറക്കി. അവസാനം എൻ്റെ വഴിയെത്തി. വഴിയിലേക്ക് എത്താൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ചിട്ട് പറയും ഞാൻ എത്താൻ പോകുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ മമ്മി കുടയുമായിട്ട് എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. ഇങ്ങനെയാണ് എൻ്റെ ഒരു സാധാ ദിവസം. എല്ലാ ദിവസങ്ങളും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എൻ്റെ ദിവസം അവസാനിക്കാറുള്ളത്. വൈകുന്നേരമാണ് എനിക്ക് പകൽ, വെളുപ്പാങ്കാലമാണ് എനിക്ക് രാത്രി. ഇനി വേണം ഇച്ചായന് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ആഹാരവും മോന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ആഹാരവും ഉണ്ടാക്കി ഞാനും എന്തെങ്കിലും ഒന്ന് കുറിച്ചിട്ട് കിടന്നുറങ്ങുന്നത്. ഇതെൻ്റെ രാത്രി സമയമാണ്. ഇനി വേണം എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ ബൈ.